നമസ്കാരം. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ ഫ്രീ PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രതിൻ വി പോത്തൻ. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനത്തെ പറ്റിയാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ ഭരണഘടനയുടെ രൂപീകരണം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ഭാഗത്തിലേക്കാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തെ പറ്റി പറഞ്ഞു. അതുപോലെ അധ്യക്ഷനായിട്ട് രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തു. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി അടുത്തതായിട്ട് ആ ഭാഗത്ത് വരുമ്പോൾ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരു പ്രമേയം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു 1946 ഡിസംബർ 13 അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം ജവഹർലാൽ നെഹ്റു 1946 ഡിസംബർ 13 ഒരു പ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചു. ആ പ്രമേയം അറിയപ്പെടുന്ന പേരാണെന്ത്? ലക്ഷ്യപ്രമേയം. ഇംഗ്ലീഷ് നമ്മൾ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയും. അപ്പോൾ എന്താണ് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയം എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ലക്ഷ്യപ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. ആ ഭരണഘടനാ നിർമ്മാണ സഭ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ ഏത് ലക്ഷ്യത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഈ കാര്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെഹ്റു ഒരു പ്രമേയം കൊണ്ടുവരുന്നു. അതിനെ ലക്ഷ്യപ്രമേയം എന്ന് അറിയപ്പെടുന്നു. ഇതിനൊരു പ്രത്യേകതയുണ്ട്. പിന്നീട് ഈ പ്രമേയമാണ്, അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞ ആശയങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം നമ്മൾ തയ്യാറാക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പം ലക്ഷ്യപ്രമേയം ആണ് എന്തിൻ്റെ ഉറവിടമായിട്ട് വരുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ഉറവിടമായിട്ട് വരുന്നതെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പം ലക്ഷ്യപ്രമേയം നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുന്നു. 1946 ഡിസംബർ 13 അവതരിപ്പിക്കുന്നു. അത് 1947, ഇത് 1947 എന്ന് വായിക്കുക. 1947 ജനുവരി 22 ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത്. അപ്പം ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 46 ഡിസംബർ 13. അത് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജനുവരി 22 ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തായിട്ട് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. എന്നാണ്? അത് 1946 ഡിസംബർ 9 ആദ്യത്തെ സമ്മേളനം നടക്കുന്നതെങ്കിൽ ആദ്യത്തെ സമ്മേളനം അവസാനിക്കുന്നത് 1946 ഡിസംബർ 23 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം, അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു സെക്ഷൻ അവസാനിക്കുന്നത് 46 ഡിസംബർ 23 കൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ഈ പറയുമ്പോൾ ഡേറ്റ് എല്ലാമാണ് പറയുന്നത്. അപ്പം ഇതെങ്ങനെ പഠിച്ച് നമ്മൾ മനസ്സിലാക്കും എന്നൊരു സംശയമൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരും. കാരണം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡേറ്റുകൾ ഇങ്ങനെ തന്നെ പറഞ്ഞു പോകുന്നത്. നിങ്ങൾ 1-2 പ്രാവശ്യമൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കിന് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് വരും. ഇനി ഡേറ്റ് കാണാതെ പഠിക്കാൻ ശ്രമിച്ചു, മനസ്സിലായില്ല എന്നോർത്ത് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളിത് ശരിക്കും മനസ്സിലാക്കിയാണ് കണ്ടുപോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ഓപ്ഷൻ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇത് അതേപടി തെളിഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് ഓർത്ത് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാണ് പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പം അടുത്ത പോയിന്റിലേക്ക് നമുക്ക് വരാം. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത്, ഇപ്പം 46 ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഇനി 47 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നമുക്കറിയാം. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്നതോടുകൂടി തന്നെ ചില മാറ്റങ്ങൾ ഇന്ത്യയിൽ സംഭവിക്കുന്നുണ്ട്. 1947 ഓഗസ്റ്റ് 14 വരെ ഇന്ത്യക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരുന്ന ആരാണ്? ബ്രിട്ടീഷ് പാർലമെന്റ് ആണെന്ന് ഓർത്തിരിക്കുക. കാരണം ബ്രിട്ടന്റെ അധീനതയിലായിരുന്നു. എന്നാൽ ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ബന്ധം എന്ത് ചെയ്യുന്നു? വിച്ഛേദിക്കുന്നു. കാരണം ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 47 ഓഗസ്റ്റ് 15 തൊട്ട് ഇന്ത്യക്ക് വേണ്ടി നിയമം നിർമ്മിക്കാൻ ആരുണ്ടായിരിക്കണം? ഇന്ത്യൻ നിയമനിർമ്മാണ സഭ ഉണ്ടായിരിക്കണം. അപ്പം നമുക്കറിയാം ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യക്ക് പ്രത്യേകിച്ച് പാർലമെന്റോ സംവിധാനമോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 15 തൊട്ട് ഈ ഭരണഘടനാ നിർമ്മാണ സഭ എങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങി? ഇന്ത്യയുടെ താൽക്കാലിക പാർലമെന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പം ഒരു ചോദ്യം കിട്ടിയല്ലോ, ഇന്ത്യയുടെ താൽക്കാലിക പാർലമെന്റ് എന്ന് അറിയപ്പെട്ടിരുന്നത് ഏത് സഭയാണ്? എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭയെന്ന് ഓർത്തിരിക്കുക. അപ്പം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് 47 ഓഗസ്റ്റ് 15 തൊട്ട് 2 ചുമതല വരുന്നുണ്ട്. ഒന്ന് ഭരണഘടനാ നിർമ്മാണ സഭ എന്നുള്ളതും മറ്റൊന്ന് ഇന്ത്യയുടെ താൽക്കാലിക പാർലമെന്റായി പ്രവർത്തിക്കുക എന്നതും. അങ്ങനെ താൽക്കാലിക പാർലമെന്റായിട്ട് ആദ്യമായിട്ട് സമ്മേളിക്കുന്നത് 47 നവംബർ 17 അപ്പം
ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് 2 ചുമതലയാവുന്നു. അങ്ങനെ പാർലമെന്റ് എന്ന രീതിയിൽ, താൽക്കാലിക പാർലമെന്റ് എന്ന രീതിയിൽ ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിക്കുന്നത് 1947 നവംബർ 17 തീയതി. 1947 നവംബർ 17. അപ്പൊ അങ്ങനെ പാർലമെന്റായി സമ്മേളിക്കുമ്പോൾ ആ പാർലമെന്റിന്റെ അധ്യക്ഷൻ എന്ന രീതിയിൽ ഒരാളെ തെരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പൊ താൽക്കാലിക പാർലമെന്റിന്റെ അധ്യക്ഷനായിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് GV മാവലങ്കാർ ആണ്. ആരാണ്? GV മാവലങ്കാർ. ഇദ്ദേഹം തന്നെയാണ് പിന്നീട് 1ാം ലോക്സഭയുടെ അധ്യക്ഷനായിട്ട്, 1ാം ലോക്സഭാ സ്പീക്കറായിട്ട് തെരഞ്ഞെടുക്കുന്നതും GV മാവലങ്കാർ ആണ്. അപ്പം ഓർത്തിരുന്നോണം, താൽക്കാലിക പാർലമെന്റിന്റെ അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്? അത് GV മാവലങ്കാർ. താൽക്കാലിക പാർലമെന്റ് എന്ന് അറിയപ്പെട്ടിരുന്നത് എന്തിനെയാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുമാണ്. ഓക്കെ, ഇനി അടുത്ത ഒരു ഭാഗത്തിലേക്ക് വരാം. അടുത്തത് ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് വരുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു സമിതി ആയിരുന്നു, ഒരു കമ്മിറ്റി ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ഭരണഘടനയിൽ നമ്മൾ പറഞ്ഞു 389 പേരുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 299 പേരായി. അപ്പം ഇത്രയും പേര് ഒന്നിച്ചു വന്നിരുന്ന് ഈ പറയുന്ന ചർച്ച ചെയ്ത് ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. കാരണം ഒരുപാട് ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒന്നും തീരുമാനമാകത്തില്ല. അതുകൊണ്ട് തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പല കമ്മിറ്റികളായിട്ട് തരംതിരിക്കുന്നുണ്ട്. അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ എത്ര കമ്മിറ്റികൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 22 കമ്മിറ്റികളാണ്. അത് ഏതൊക്കെയാണ് നമുക്ക് പുറകാലെ നോക്കാം. അപ്പൊ ഇത്രയും ആദ്യം ഓർത്തിരിക്കുക, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചെറുതും വലുതുമായി ആകെ എത്ര കമ്മിറ്റികൾ ഉണ്ടായിരുന്നു? 22 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ഇനി അവിടെ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം, പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഈ 22 കമ്മിറ്റികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രാധാന്യമുണ്ടായിരുന്ന കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് ഓർത്തിരിക്കുക. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രാധാന്യമുണ്ടായിരുന്ന കമ്മിറ്റി എന്ന് ചോദിച്ചാൽ ഏതാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് ഓർത്തിരിക്കുക. അപ്പം ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്ന 1947 ഓഗസ്റ്റ് 29 തീയതിയാണ്. എന്നാണ് 1947 ഓഗസ്റ്റ് 29 തീയതിയാണ് രൂപീകരിക്കുന്നത്. അതിൻ്റെ അകത്ത് ആകെ 7 പേരാണ് ഉണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആകെ എത്ര പേരുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എത്രയാണ്? ആകെ 7 പേരാണ് ഉണ്ടായിരുന്നത്. അതിന്റെ അധ്യക്ഷനായിരുന്ന വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടന എന്നുള്ള ഭാഗം പഠിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് ഡോക്ടർ BR അംബേദ്കറുടെ പേര്. എന്താണ് പ്രാധാന്യം? നമ്മൾ പറയാറുണ്ട് ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ഡോക്ടർ BR അംബേദ്കർ. അപ്പൊ എന്തുകൊണ്ടാണ് ഡോക്ടർ BR അംബേദ്കറിനെ ഭരണഘടനാ ശില്പി എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്ന വ്യക്തിയാണ്. കാരണം ഭരണഘടനയുടെ എല്ലാ കാതലായിട്ടുള്ള വസ്തുക്കളും എഴുതി തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. അതിന്റെ ചെയർമാൻ ആയിരുന്ന വ്യക്തിയാണ് ആര്? ഡോക്ടർ BR അംബേദ്കർ. അതുകൊണ്ട് തന്നെ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഒരുപാട് പ്രാവശ്യം പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യവുമാണത്. ഓക്കെ, ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിലാകെ എത്ര പേരുണ്ടായിരുന്നു? ആകെ 7 പേര്, അധ്യക്ഷൻ ഉൾപ്പെടെ 7 പേരാണ് ഉണ്ടായിരുന്നത്. അത് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കി പോകാം. ഓക്കെ, അപ്പൊ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആണെന്ന് കണ്ടു. അടുത്തതായിട്ട് അദ്ദേഹത്തെ കൂടാതെ 6 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അത് ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് KM മുൻഷിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളിൽ ഒരാള് KM മുൻഷിയാണ്. മറ്റൊരാള് മുഹമ്മദ് സാദുള്ളയാണ്. ആരാണ്? മുഹമ്മദ് സാദുള്ള. അടുത്തത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അടുത്തത് N ഗോപാലസ്വാമി അയ്യങ്കാർ. ആരാണ്? N ഗോപാലസ്വാമി അയ്യങ്കാർ. ഓക്കെ, ഇനി അടുത്ത 2 പേരുകൾ ശ്രദ്ധിച്ചോണം. ഇവരെ 2 പേരും ആദ്യം ഉണ്ടായിരുന്നു, പക്ഷെ അവസാനമാകുമ്പോൾ ഇവർ 2 പേരും ഇല്ലായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്നവരാണ്. ഒന്ന് BL മിത്തർ. BL മിത്തർ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആദ്യം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഭാഗമായിരുന്നു. പിന്നീട് അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജിവെക്കുന്നു. അതിന് പകരമായിട്ട് N മാധവറാവു വരുന്നുണ്ട്. അപ്പം BL മിത്തർ രാജിവെച്ച ഒഴിവിലേക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലേക്ക് പുതുതായിട്ട് വന്ന ആരാണ്? N മാധവറാവു എന്ന് ഓർത്തിരിക്കുക. അടുത്തത് ഈ പറയുന്ന DP ഖെയ്താൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം മരണപ്പെടുന്നുണ്ട്. അതേ തുടർന്ന് അദ്ദേഹത്തിന് പകരമായിട്ട് TT കൃഷ്ണമാചാര്യയെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പം ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്ന ആരാണ് മരണപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പദവിയിലിരിക്കെ മരണപ്പെട്ട ആരെന്ന് ചോദിച്ചാൽ ആരാണ്? DP ഖെയ്താൻ ആണ്. അദ്ദേഹത്തിന് പകരമായിട്ട് വന്നത് ആരാണ്? TT കൃഷ്ണമാചാരി എന്ന് ഓർത്തിരിക്കുക. അപ്പം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അധ്യക്ഷന്റെയും അംഗങ്ങളുടെയും പേരൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടേ മുമ്പേ പറഞ്ഞു, ഭരണഘടനയുടെ എല്ലാ കാര്യങ്ങളും എഴുതി തയ്യാറാക്കി അവതരിപ്പിച്ചത് ഈ കമ്മിറ്റിയാണ്. അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ ആദ്യ കരട്
അവതരിപ്പിക്കുന്നത് എന്നെന്ന് ചോദിച്ചാൽ 48 ഫെബ്രുവരി 21-നാണ്. എന്താണ്? 1948 ഫെബ്രുവരി 21-ാം തീയതിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആദ്യ കരട് അവതരിപ്പിച്ചതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ആദ്യ കരട് അവതരിപ്പിക്കുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് ഒരുപാട് തിരുത്തലുകളും ചർച്ചകളും വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തിരുത്തലുകൾക്ക് ശേഷം രണ്ടാമത് അല്ലെങ്കിൽ ഫൈനൽ ഡ്രാഫ്റ്റ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇവർ അവതരിപ്പിക്കുന്നത് 1948 നവംബർ 4-ാം തീയതിയാണ്. അപ്പം 2 ഡേറ്റ് ഓർത്തിരുന്നോണം. ആദ്യ കരട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുന്ന 1948 ഫെബ്രുവരി 21-ാം തീയതിയാണെങ്കിൽ അവസാന കരട് അല്ലെങ്കിൽ ഫൈനൽ ഡ്രാഫ്റ്റ് വരുന്നത് 1948 നവംബർ 4-ാം തീയതിയാണെന്ന കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് വരാം. മുമ്പേ പറഞ്ഞു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചെറുതും വലുതുമായി 22 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രാധാന്യം ഉണ്ടായിരുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. അതുപോലെ മറ്റു ചില കമ്മിറ്റികളുടെ പേര് കൂടിയും അതിൻ്റെ അധ്യക്ഷന്മാരുടെ പേര് കൂടി ഒന്ന് ഇതിനോടൊപ്പം ഒന്ന് ചേർത്ത് പഠിക്കുന്നത് വളരെ നല്ലതാണ്. 22 കാണാതെ പഠിക്കേണ്ട, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം ഒന്ന് മനസ്സിലാക്കി പോവുക. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 കമ്മിറ്റികളൊന്നും നമുക്ക് പരിശോധിക്കാം. അതിൽ ഒന്നാണ് മൗലിക അവകാശവും ന്യൂനപക്ഷവും. ഈ 2 വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, മൗലിക അവകാശം ന്യൂനപക്ഷം കമ്മിറ്റി. മൗലിക അവകാശം ന്യൂനപക്ഷം കമ്മിറ്റി. അതിൻ്റെ അധ്യക്ഷനായിട്ട് വന്ന വ്യക്തിയാണ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പം മൗലിക അവകാശം ന്യൂനപക്ഷം ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി അടുത്തത് ഈ മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ഒരു സബ് കമ്മിറ്റി ഉണ്ടായിരുന്നു, സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്തത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ഒരു സബ് കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു JB കൃപലാനി. അപ്പോൾ സബ് കമ്മിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് മുമ്പേ പറഞ്ഞത് ചെറുതും വലുതുമായ 22 കമ്മിറ്റികൾ എന്ന് പറയുന്നത്. അപ്പം മൗലിക അവകാശത്തിന് സബ് കമ്മിറ്റി ആയിട്ടൊരു കമ്മിറ്റി വന്നു, അതിന്റെ ചെയർമാൻ JB കൃപലാനി. ഇനി അടുത്തത് ന്യൂനപക്ഷത്തിന് ഒരു സബ് കമ്മിറ്റി ഉണ്ടായിരുന്നു, അതിന്റെ ചെയർമാൻ ആരായിരുന്നു? HC മുഖർജി. ആരാണ്? HC മുഖർജി. അടുത്തത് പതാകയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾക്ക് വേണ്ടിയും റൂൾസ് ആൻഡ് പ്രൊസീജിയർ സ്റ്റിയറിംഗ് കമ്മിറ്റി, ഈ രീതിയിലുള്ള ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. പതാകയുമായി ബന്ധപ്പെട്ട് അതുപോലെ റൂൾസ് ആൻഡ് പ്രൊസീജിയർ അതുപോലെ സ്റ്റിയറിംഗ് കമ്മിറ്റി, ഇത്തരത്തിലൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ചെയർമാൻ ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇനി അടുത്തത് ഹൗസ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ പേര് മാത്രം ഓർത്തിരുന്നാൽ മതി, ഹൗസ് കമ്മിറ്റി. അതിന്റെ ചെയർമാൻ ആരായിരുന്നു? പട്ടാഭി സീതാരാമയ്യ. ആരാണ്? പട്ടാഭി സീതാരാമയ്യ ആയിരുന്നു അതിന്റെ ചെയർമാനായിട്ടുണ്ടായിരുന്നത്. അടുത്തത് ഭാഷാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിന്റെ ചെയർമാൻ ആയിരുന്നു മൊട്ടൂരി സത്യനാരായണ എന്ന് പറയുന്ന വ്യക്തിയാണ്. മൊട്ടൂരി സത്യനാരായണ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഭാഷാ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുണ്ടായിരുന്നത്. അതുപോലെ വന്ന മറ്റൊരു കമ്മിറ്റിയാണ് യൂണിയൻ പവർ കമ്മിറ്റി. അതിന്റെ ചെയർമാൻ ആയിരുന്ന ആരാണ്? ജവഹർലാൽ നെഹ്റു. അപ്പം യൂണിയൻ പവർ കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. അപ്പം ഇതാണ് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കമ്മിറ്റികളും അതിൻ്റെ അധ്യക്ഷന്മാരും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് നമുക്ക് പങ്കുവെക്കാനുണ്ടായിരുന്നത്. ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏകദേശം 3/4 വസ്തുതകൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ക്ലാസ് കൂടെ മതി നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പം ബാക്കി വരുന്ന ടോപ്പിക്കുകൾ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ടായിരുന്നത്. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെങ്കിൽ രൂപീകരണം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏകദേശം ഒരു 75% ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന കുറച്ച് വസ്തുതകൾ കൂടിയുണ്ട്, അത് നമ്മൾ അടുത്ത ഒരു ക്ലാസ്സിൻ്റെ അകത്തായിരിക്കും ഡിസ്കസ് ചെയ്യുന്ന. ആ ഒരു ക്ലാസ്സോട് കൂടി നമുക്ക് ഭരണഘടനയുടെ രൂപീകരണം എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഏവർക്കും നന്ദി.